ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദയും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെറിയൊരു മുട്ട ഇട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചധികം പലഹാരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഒരു വലിയൊരു കോഴിമുട്ട എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ചെറിയ തേങ്ങയും 2 സ്പൂണ് ചെറുതായി എറിഞ്ഞ നേന്ത്രപ്പഴാട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളെ കയ്യിൽ ചെറുപഴമാണെങ്കിൽ അതായാലും മതി. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുകയാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാര ആയിട്ടോ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നാകെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അത് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു കട്ടിയിലാട്ടോ മാവുള്ളത്. നിങ്ങളത് ഇതിനേക്കാളും ലൂസാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്താൽ മതി. ചൂടായ എണ്ണയിലേക്ക് കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാനുള്ള ഒരു പരുവത്തിലാട്ടോ നമ്മളെ മാവ് വേണ്ടത്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഉണ്ടാക്കി വെച്ച മാവെന്ന് കുറേശ്ശെ കൈകൊണ്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.